വെൽക്കം ടു സിമ്പിൾ PSC. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഗതാഗതമാണ്. ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഗതാഗതത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 7ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. വാഹനം എന്ന് വെച്ചാൽ എന്താണ്? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആയ കാരണം അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകളിലാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഗതാഗതത്തിൽ പറയുന്നത്. എന്തായാലും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ വാഹനം, വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ വാഹനങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിന്, ചരക്കുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന്. മൃഗങ്ങളുടെ പുറത്ത് ചരക്കുകൾ കൊണ്ടുപോകും അല്ലേ? അതുപോലെ തന്നെ തലച്ചുമടായിട്ടും കാൽനടയായിട്ടും ഒക്കെ നമ്മൾ ആദ്യം വാഹനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. പിന്നീട് ഇതിൻ്റെ പരിമിതികൾ എന്ന് വെച്ചാൽ വർദ്ധിച്ചിരുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റിയിരുന്നില്ല. അങ്ങനെ എങ്ങനെയാണ് വാഹനത്തിലേക്ക് എത്തുന്നത്? ആദ്യം തന്നെ ചക്രമാണ് കണ്ടുപിടിക്കുന്നത്. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി മാറ്റി. അങ്ങനെയാണ് ചക്രങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചരിത്രമുണ്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു വാഹനം എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. അതിനു മുമ്പ് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? ആദ്യം കാൽനടയായിട്ടും പല സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ട് പല മൃഗങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. അത് പക്ഷേ പറ്റാണ്ടായപ്പോൾ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നീങ്ങി. 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നു. ഇനി മെസ്സപ്പൊട്ടാമിയ, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസ്സപ്പൊട്ടാമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടിയിൽ ചെമ്പാടി തറച്ച തരത്തിൽ ആയിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പൊട്ടാമിയ എന്ന വാക്കിന് അർത്ഥം. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെസ്സപ്പൊട്ടാമിയ എന്ന വാക്കിന് അർത്ഥം ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് എന്ത് കാണപ്പെടുന്നത്? മെസ്സപ്പൊട്ടാമിയ കാണപ്പെടുന്നത്. മെസ്സപ്പൊട്ടാമിയ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നറിയപ്പെടുന്നത് എന്താണ്? മെസ്സപ്പൊട്ടാമിയാണ് 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഏതോ ഒരു PSC 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അടുത്ത് തന്നെ 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നു. ഇതൊക്കെ ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഒന്ന് വായിച്ച് പോകുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് ഈ ചരിത്രം നമുക്ക് അത്ര ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. അതാണ് മെസ്സപ്പൊട്ടാമിയ എന്ന് പറയുന്നത് വന്നതുപോലെ ഇടയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. ഇനി ബാക്കി ഭാഗങ്ങളിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുക്കുന്നത്. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇനിയാണ് നമ്മൾക്ക് മെയിനായിട്ടുള്ള പോയിന്റ്സിലേക്ക് വരുന്നത്. ഗതാഗത മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം ഉണ്ട് അല്ലേ? കരഗതാഗതത്തിൽ ഏതൊക്കെ വരും? റോഡ് വരും, റെയിൽ വരും. അതുപോലെ തന്നെ ജലഗതാഗതത്തിൽ ഉൾനാടൻ ഗതാഗതവും അത് വരും. അതുപോലെ തന്നെ കടൽ സമുദ്ര ഗതാഗതം വരും. വ്യോമഗതാഗതത്തിൽ ദേശീയ, അന്തർദേശീയ വ്യോമഗതാഗതങ്ങളും വരും. ഇനി എന്താണ് കരഗതാഗതം എന്ന് പറയുന്നത്? അറിയാലോ, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം എന്ന് പറയുന്നത്. റോഡ് ഗതാഗതം എന്ന് വെച്ചാൽ എന്താണ്? വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ സഞ്ചാരപാത വേണം. സുഗമമാകണമെങ്കിൽ സഞ്ചാരപാതകൾ വേണം. ഈ ഒറ്റയടിപ്പാത, മൺപാത, കല്ല് പാകിയ പാത, അങ്ങനെ പല പാതകളുണ്ട് അല്ലേ? ഒറ്റയടിപ്പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് അല്ലേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. എന്താണ് മക് ആദം റോഡുകൾ എന്ന് പറയുന്നത്? 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ്. JL
മക് ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണം തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം ഇയാളുടെ പേരാണ് മക് ആദം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് ആ പേര് റോഡിന് വന്നത്. എങ്ങനെയാണ് കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളെയാണ് എന്ന് പറയുന്നത് മക് ആദം റോഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല എവിടെയാണ്? ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സുവർണ്ണ ചതുഷ്കോണം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. അപ്പോൾ സുവർണ്ണ ചതുഷ്കോണം കടന്നു പോകുന്നത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് സുവർണ്ണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഇനി വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും, വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത് എന്തിനാണ്? ശ്രീനഗറിനെ കന്യാകുമാരിയുമായും, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് സുവർണ്ണ ചതുഷ്കോണം. അതുപോലെ തന്നെ വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും പഠിച്ചു. ഇനി റോഡ് ഗതാഗതത്തിലെ മേന്മകൾ എന്തൊക്കെയാണ്? താരതമ്യേന ചിലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് അല്ലേ. ഇനി എന്താണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്? റെയിൽ ഗതാഗതം, നമ്മൾ റോഡ് ഗതാഗതം പറഞ്ഞു, അല്ലെങ്കിൽ കരഗതാഗതം പറഞ്ഞു. ഇനി എന്താണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്? ഏത് പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. അപ്പോൾ ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്ത എന്തിൻ്റെ ഉത്ഭവത്തോടു കൂടിയാണ്? എന്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്? ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇന്ധനം എന്തായിരുന്നു? കൽക്കരിയായിരുന്നു ആദ്യത്തെ ഇന്ധനം എന്ന് പറയുന്നത്. പിന്നീടാണ് ഇലക്ട്രിക് എഞ്ചിനുകളും ഡീസൽ എഞ്ചിനുകളും ഒക്കെ നിലവിൽ വന്നത്. പിൽക്കാലത്താണ് ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയിട്ടാണ് റെയിൽ ഗതാഗതം വന്നത് അല്ലേ. റെയിൽ ഗതാഗതം വന്നത്. അതിനുശേഷമാണ് ഡീസൽ. ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ഇന്ധനം എന്ന് പറയുന്നത് കൽക്കരിയായിരുന്നു. പിന്നീടാണ് ഉപയോഗിക്കുന്നത്? ഡീസലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രിക് എഞ്ചിനുകൾക്കൊക്കെ നിലവിൽ വന്നത്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടു. ലോകത്തിലെ തന്നെ ആദ്യത്തെ റെയിൽ പാത എവിടെയായിരുന്നു? സ്റ്റോക്ടൺ ടു ഡാർലിംഗ്ടൺ വരെയായിരുന്നു. ജോർജ് സ്റ്റീഫൻസ് നിർമ്മിച്ച സ്റ്റീഫൻസ് റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഒഴിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ്. ഏത് പാത? സ്റ്റോക്ടൺ ടു ഡാർലിംഗ്ടൺ എന്ന് പാതയായിരുന്നു ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത്. 1825 ഇംഗ്ലണ്ടിലായിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇതിൽ ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ്? ചരക്കുകളൊക്കെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗതാഗതത്തിന് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ കുറച്ചധികം സ്ഥലങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. റെയിൽ ഗതാഗതം ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് ബോംബെ മുതൽ താനെ വരെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് ബോംബെ മുതൽ താനെ വരെയാണ്. ബോംബെ എന്ന് വെച്ചാൽ ഇപ്പോൾ മുംബൈ ആണ്. ബോംബെ മുതൽ താനെ വരെ 1853 വർഷം ഏതാണ്? 1853. അപ്പോൾ 1853 ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 ആണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് 1853 മുംബൈ മുതൽ താനെ വരെയും, കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിലവിൽ വന്നത് 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് മെട്രോ റെയിൽ എന്ന് പറയുന്നത്? മെട്രോ എന്ന് പറയുന്നത് എവിടെയാണ്?
ആദ്യം തന്നെ വന്നത് എവിടെയാണ് മെട്രോ എന്ന് പറയുന്നത് നോക്കാം. വൻനഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമായിട്ടാണ് മെട്രോ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട് അല്ലേ. ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്, മിക്ക സ്ഥലങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. മിക്ക തിരക്കുള്ള സ്ഥലങ്ങളിലും മെട്രോ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വലിയ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും വന്നു തുടങ്ങിയിട്ടില്ല. തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എറണാകുളത്തൊക്കെ ഉണ്ടല്ലോ മെട്രോ എന്ന് പറയുന്നത്. ദൈനംദിന യാത്രയ്ക്കും ചരക്കു നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്ത് വരുന്നത്, ഈ മെട്രോ വരുന്നതിൽ. അതുപോലെ തന്നെ നല്ല തിരക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും മെട്രോ നിലവിൽ വന്നിട്ടുണ്ട്. നമുക്ക് റെയിൽ ഗതാഗതത്തിന് മേന്മകൾ ഏതൊക്കെയാണ് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ്. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മളുടെ റെയിൽ ഗതാഗതം കഴിഞ്ഞു, റോഡ് ഗതാഗതം കഴിഞ്ഞു. എന്താണ് ജലഗതാഗതം എന്നാണ്. ജലഗതാഗതം എന്ന് പറയുന്നത് ആലപ്പുഴ. ജലഗതാഗതം എന്ന് പറയുമ്പോൾ അതിന് ആദ്യം ഓർമ്മ വരുന്ന എവിടെയാണ്, ആലപ്പുഴ ആയിരിക്കും അല്ലേ. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കിടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും ജലഗതാഗതം എന്ന ആശയങ്ങൾ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചത് മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണത്തിൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. മെസൊപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടു പോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ ഈ ജലഗതാഗതത്തിലേക്ക് എത്തുന്നതിന് പണ്ട് കാലം മുതലേ ജലഗതാഗതം ഉപയോഗിച്ചിരുന്നു. തോണിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടാണ്, മരത്തോടു കൂടിയായിരുന്നു അല്ലേ. അങ്ങനെയാണ് പിന്നീട് പുതിയ പണിയായുധങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് പുതിയ തോണികളൊക്കെ വന്നു തുടങ്ങിയത്. അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയയിലും ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്, ജലഗതാഗതം ഉപയോഗിച്ചിരുന്നതിന് തെളിവുകളുണ്ട്. അവർ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്, കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഡോക്യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് എവിടെയാണ് പറയുന്നത്, ഗുജറാത്തിലെ ലോത്തലാണ്. അപ്പോൾ ഈ ഗുജറാത്തിലെ ലോത്തലിലും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, കപ്പൽ നിർമ്മാണ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ലോത്തലിൽ കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പിൽ നിന്ന് കണ്ടെത്തിയ മെസൊപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവാണ്. അപ്പോൾ പണ്ട് കപ്പൽ നിർമ്മാണത്തിന് ശേഷിപ്പുകളൊക്കെ കണ്ടെത്തിയ കാരണം നമുക്ക് മനസ്സിലാക്കാം, പണ്ടും ഉപയോഗിച്ചിരുന്നു, കപ്പലുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ജലഗതാഗതത്തെ നമുക്ക് ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. റെയിൽവേ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഉൾനാടൻ ജലഗതാഗതമായിരുന്നു നിലനിന്നിരുന്നത്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുമ്പോൾ എന്താണ്, നദികളും കായലുകളും ഉള്ള ഭാഗത്താണ് എന്തുണ്ടായിരുന്നത്, ഉൾനാടൻ ജലഗതാഗതം ഉണ്ടായിരുന്നത്. പിന്നീട് അത് അവിടെ നിർമ്മിക്കപ്പെട്ടു, കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. ഇനി കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതാണ്, NW3 ആണ് അല്ലേ. കൊല്ലം ടു കോഴിക്കോട് വരെ, കൊല്ലം മുതൽ കോഴിക്കോട് അല്ലെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ടുള്ളൊരു ജലഗതാഗത പാതയാണല്ലേ NW3, കൊല്ലം ടു കോട്ടപ്പുറം വരെയുള്ളത്. അപ്പം അതുപോലെ തന്നെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയും എന്താണ്, ഒരു ഉൾനാടൻ ജലഗതാഗത പാതയാണ്. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നത് വരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ പറഞ്ഞു, NW3യും അതുപോലെ തന്നെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാലും പറഞ്ഞു അല്ലേ. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗമെന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി.
കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. അപ്പോൾ കനാലുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് തന്നെയാണ് യൂറോപ്യന്മാർ എന്ത് ഉപയോഗിച്ചിരുന്നത്, ഈ കനാലുകളും ഉൾനാടൻ ജലഗതാഗതമൊക്കെ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ കനോലി കനാൽ എന്ന് പറയുന്നത് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലിനെയാണ് കനോലി കനാൽ എന്ന് പറയുന്നത്. പാർവതി പുത്തനാർ എന്നിവയൊക്കെ എന്താണ്, ഈ കനാലുകളിൽ പെടുന്നവയാണ്. ഇനി കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ അല്ലേ. ആലപ്പുഴയിലും ധാരാളം കനാലുകളുണ്ട്. കനോലി കനാൽ പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗമെന്ന ആശ്രയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്നറിയപ്പെട്ടത്. പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുള കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽപാതയാണ് പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി ടു കഠിനംകുളം കായലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് പാർവതി പുത്തനാർ. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെയായിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലിലൂടെ ആവശ്യത്തിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ കനോലി കനാലും പാർവതി പുത്തനാർ 2 കനാലുകൾ പറഞ്ഞു. അതുപോലെ തന്നെ 2 ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങളും പറഞ്ഞു അല്ലേ ഇവിടെ. ഇനി സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പോൾ ചരക്കുകളും യാത്രക്കാരൊക്കെ കൊണ്ടുപോകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന തീരദേശ ജലപാതകളാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? അന്താരാഷ്ട്ര ജലപാതയാണ്. ജലഗതാഗതത്തിന് എന്താണ്? താരതമ്യേന ചെലവ് കുറവാണ്, മലിനീകരണം കുറവാണ് അല്ലേ. അപ്പോൾ ജലഗതാഗതം കഴിഞ്ഞു. ഇനി എന്താണ് വ്യോമഗതാഗതം എന്ന് പറയുന്നത്? ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്കീസ് മോൺഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂടാൻ കത്തിക്കുകയായിരുന്നു ജാക്കീസിൻ്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയരുന്നത് അദ്ദേഹത്തിന് അതിശയമുളവാക്കി. ആ കാഴ്ച ജാക്കീസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോൺഗോൾഫിയറുമായി ചേർന്ന് ജാക്കീസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂട് വായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്കീസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് വ്യോമയാനം അതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നാണ് ഒരു ചരിത്രമാണ് പറയുന്നത്. 1783 ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴ്ത്തിയെത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായിട്ട് നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യത്തെ രൂപമെന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ റൈറ്റ് സഹോദരന്മാരാണ്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരാണ് ഫ്ലയർ 1. എന്താണ് പേര്? വിമാനത്തിൻ്റെ ഫ്ലയർ 1 ഫ്ലയർ 1 ആണ് ആദ്യത്തെ അതായത് റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച പ്ലെയിൻ്റെ പേര് എന്ന് പറയുന്നത് ഫ്ലയർ 1 ആണ്. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്നും 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കുവാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗ്ഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇതുതന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വ്യോമഗതാഗതം പറയുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ട് വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് 1911 അലഹബാദിൽ നിന്നല്ലേ, അലഹബാദിലായിരുന്നു. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? 1912 ഇന്ത്യയിലേക്കും
തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം. അപ്പോൾ 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ് ആണ്. 1932 കറാച്ചി മുതൽ മുംബൈ വരെയാണ് ആദ്യത്തെ സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലെ ജൂഹുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇനി വ്യോമഗതാഗതത്തിന് മേന്മകൾ എന്തൊക്കെയാണ്? ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം, ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ഇനി വായു മലിനീകരണം അല്ലേ, വാഹനങ്ങളുടെ പെരുപ്പം മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? വായു മലിനീകരണം നടക്കുന്നുണ്ട്. വർദ്ധിച്ച ഗതാഗത കുരുക്ക്, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം എന്നിവയൊക്കെ എന്താണ്? ഈ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വന്നാൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇനി ആശയവിനിമയത്തിന് എന്തൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഒരിടത്ത് നിന്ന് ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്ക് മറ്റൊരാളിലേക്ക് കൈമാറുന്നതിനെയാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ ഫോണിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായ വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സംഭാഷണം, ഫോൺ, എഴുത്തിലൂടെ, ആംഗ്യങ്ങളിലൂടെ, പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ടൊക്കെ അല്ലേ. ആദിമ മനുഷ്യർ മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായിട്ട് ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് ചരിത്രകാർ അഭിപ്രായപ്പെടുന്നു. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയതെന്നാണ് നിഗമനം. സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അപ്പം ആശയവിനിമയത്തിന് ആദ്യമായിട്ട് ഫോണിലൂടെയും സംഭാഷണങ്ങളിലൂടെയൊക്കെ കൈമാറിയിരുന്നു. പിന്നീടാണ് ഇവർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെ എഴുത്തുവിദ്യ വന്നത് എപ്പോഴാണ്? സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ കണ്ടുപിടിച്ചത്. ക്യൂണിഫോം എന്ന പേരിലാണ് ആ ലിപി അറിയപ്പെടുന്നതാണ്. ലിപി അറിയപ്പെട്ടത്. അതുപോലെ തന്നെ ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ഹൈറോഗ്ലിഫിക്സ്. അപ്പോൾ സുമേറിയക്കാരാണ് ആദ്യത്തെ എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ആ ലിപി അറിയപ്പെടുന്നത് ക്യൂണിഫോം എന്ന ലിപിയാണ്. കളിമൺ ഫലകങ്ങളിലായിരുന്നു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈജിപ്തുകാരുടെ ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയായിരുന്നു അല്ലേ. ഇനി ശിലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം കൂർത്തക്കല്ല്. ചെമ്പ് തകിടിലാണെങ്കിൽ ലോഹ എഴുത്താണി, താളിയോലയിലാണെങ്കിൽ എഴുത്താണി, നാരായം. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായിട്ട് കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിൽ ഒന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി. അപ്പോൾ അച്ചടി യന്ത്രം വരുന്നതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു? എഴുത്തുകളിലൂടെയൊക്കെ ആയിരുന്നു അല്ലേ എഴുതിയിരുന്നത്. അത് സംഭാഷണങ്ങളിലൂടെയും ഫോണിലൂടെയും ഒക്കെയാണ് ആശയവിനിമയങ്ങൾ കൈമാറിയിരുന്നത്. പിന്നീട് അച്ചടി സാങ്കേതിക വിദ്യ വന്നു. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. ആദ്യം തന്നെ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ആരാണ്? ഗുട്ടൻബർഗ് കണ്ടുപിടിച്ചു അച്ചടി യന്ത്രം. ഇരുമ്പ് ഉപയോഗിച്ച് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അപ്പോൾ ഗുട്ടൻബർഗിനെയാണ് എന്ത്? അച്ചടി യന്ത്രം എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇനി പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപവേദാർത്ഥമാണ്. പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് സംക്ഷേപവേദാർത്ഥമാണ്. തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇനി ആശയവിനിമയ രീതികൾ ഏതൊക്കെയാണ്? വ്യക്തിഗത ആശയവിനിമയമുണ്ട്, ബഹുജന ആശയവിനിമയമുണ്ട് അല്ലേ. വ്യക്തിഗത ആശയവിനിമയമുണ്ട്, അതുപോലെ തന്നെ ബഹുജന ആശയവിനിമയമുണ്ട്. വ്യക്തിഗത ആശയവിനിമയം എന്ന് വെച്ചാൽ എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിനെയാണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ. ഏതൊക്കെയാണ്? ഇൻലാൻഡ്, ടെലഗ്രാഫ്, ടെലിഫോൺ,
ഫാക്സ് മെഷീൻ, ഇമെയിൽ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നിവയൊക്കെ വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്കാണ് അല്ലേ. എന്താണ് ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത്? ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതിനെയാണ് ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന മാധ്യമങ്ങളെയാണ് എന്ന് പറയുന്നത് ബഹുജന ആശയവിനിമയ ഉപാധികൾ എന്ന് പറയുന്നത്. വർത്തമാന പത്രം, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം എന്നിവയൊക്കെ എന്താണ് പല ആളുകളിലേക്കും എത്തിക്കുന്നതിനെയാണ്. അത് കാരണമാണ് ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട് അല്ലേ. മേൽ സൂചിപ്പിച്ചവ കൂടാതെ പുസ്തകം, മാഗസിൻ, കലാരൂപം, സിനിമ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൊക്കെ എന്താണ് വലിയൊരു വിഭാഗം ആളുകളായിട്ട് ആശയം കൈമാറാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യ, ഇപ്പം നമ്മൾ ഫുൾ ഇന്റർനെറ്റിൻ്റെ കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ ഇന്റർനെറ്റിൻ്റെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്റർനെറ്റ് വഴി എങ്ങനെയാണ് ആശയവിനിമയം നടക്കുന്നതെന്ന്. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇന്റർനെറ്റിൻ്റെ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങളാണ് വീഡിയോ കോൺഫറൻസ്. അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയും. ഇ കൊമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനം. ഇമെയിൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നു. ടെലിമെഡിസിൻ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുന്നു. ടെലിമെഡിസിൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാതെ അങ്ങനെ അധികം കേട്ടുപരിചയില്ല അല്ലേ. ആ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് ടെലിമെഡിസിൻ. ആധുനിക സമൂഹത്തിന്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രധാന പങ്ക് വഹിക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോകജനതയ്ക്ക് ഒന്നിച്ചുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സാമൂഹികമായ സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ ഗതാഗത ഭൂപടം നൽകിയിട്ടുണ്ട് അല്ലേ. കേരളത്തിലെ ഗതാഗത ഭൂപടം നോക്കിയേ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചി അന്തർദേശീയ വിമാനത്താവളം, തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം, കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളം എന്നിവ കൊടുത്തിട്ടുണ്ട്. കൊച്ചി തുറമുഖം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഗതാഗതം എന്ന് പറയുന്ന ചാപ്റ്റർ തീരാണ്. ഗതാഗതം ആശയവിനിമയം ചെറിയൊരു ചാപ്റ്റർ ആണെന്ന് പറയുമെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉള്ളൂ അല്ലേ. HD എന്ന് കണ്ടുപിടിച്ച് തരാണ്ട് ഗുട്ടൻസ്ബർഗ് ആണ്. അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞത്? ഗതാഗതം 4 ഗതാഗതം പറഞ്ഞു. കരഗതാഗതം, റോഡ്, റെയിൽ, അതുപോലെ തന്നെ വ്യോമഗതാഗതം പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ് കുറച്ച് ആശയവിനിമയം എങ്ങനെയാണ് വന്നത്. നമ്മൾ ഇന്നത്തെ ടെലിഫോണിലേക്കും അതുപോലെ തന്നെ ബഹുജന ആശയകേന്ദ്രമായിട്ടുള്ള ഈ എന്താ പറയുക നമ്മളുടെ ഫോൺ മാധ്യമങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയാണ് ഇവർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്, ആശയവിനിമയത്തിന് എന്താണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ചെറിയൊരു ചരിത്രം പറഞ്ഞിട്ട് നേരെ ഗതാഗതം ആശയവിനിമയത്തിലേക്ക് എത്തിയില്ലേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ കഴിയാണ്ടോ. ഗതാഗതം ആശയവിനിമയം എന്ന ചാപ്റ്റർ കഴിയാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.